الحمد لله الواحد القهار والعزيز الجبار مكور الليل على النهار تذكرة لأولي الأبصار نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم وفديناه بذبح عظيم وتركنا عليه في الآخرين سلام على إبراهيم ആദരണീയരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ലോകത്തിൻ്റെ സൃഷ്ടാവും നമ്മുടെ സംരക്ഷകനും കാരുണ്യവാനുമായ റബ്ബുൽ ആലമീൻ അല്ലാഹുവിൻ്റെ എല്ലാ നിയമനിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് സൃഷ്ടാവിനോട് നന്ദി കാണിക്കുന്നവരായി ജീവിതത്തെ ക്രമീകരിക്കണമെന്ന് ആമുഖമായി എന്നെയും തുടർന്ന് നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു നമുക്കെല്ലാം തഖ്വയിലുള്ള ഒരു ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഖുത്ബകളിലൂടെ ഹജ്ജുമായി ബന്ധപ്പെട്ടും ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ടുമൊക്കെയുള്ള ചില നിർദ്ദേശങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. തുടർച്ചയായും മുടങ്ങാതെയും ഖുത്ബകൾ ശ്രദ്ധിക്കുക എന്നത് നമ്മുടെ ഒരു ഗുണമായി മാറേണ്ടതുണ്ട്. എവിടെയെങ്കിലും പങ്കെടുക്കുക, എന്തെങ്കിലുമൊക്കെ കേൾക്കുക, ഏതെങ്കിലും പള്ളിയിൽ കയറി നിസ്കരിച്ച് കടമ നിർവഹിക്കുക എന്നതിനപ്പുറത്ത് എൻ്റെ ആഴ്ചയിലെ ഒരു നിർബന്ധ കർമ്മമെന്ന നിലക്കും എനിക്ക് പഠിക്കാനുള്ള നല്ലൊരു അവസരമാണ് എന്നും കണ്ടുകൊണ്ട് പ്രാർത്ഥനയോടെ നല്ലൊരു നിയ്യത്തോടെ ഖുത്ബകളെ സമീപിക്കുന്നൊരു മാനസികാവസ്ഥ നമുക്ക് വേണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ പഠിപ്പിച്ച് നൽകുന്ന തന്റെ ഖൗമിന് ഏറ്റവും പരിവർത്തനമുണ്ടാക്കിയത് ജുമാകളിലൂടെയാണ്. ഒരു പ്രവാചകനും ആ പ്രവാചകന്റെ നാട്ടിൽ ചെന്നിട്ട് ആ നാടിന്റെ ഭാഷയിലല്ലാതെ സംസാരിച്ചിട്ടില്ല. സൂറത്ത് ഇബ്രാഹിമിന്റെ 4-ാമത്തെ ആയത്തിൽ കാണാൻ സാധിക്കും, എല്ലാ പ്രവാചകന്മാരും അവരവരുടെ നാട്ടിലെ ഭാഷയിലാണ് സംസാരിച്ചത്. എന്തുകൊണ്ടാണ്? തന്റെ മുമ്പിലിരിക്കുന്നവർക്ക് മനസ്സിലാകണം, അവർക്ക് തിരിയണം, അവർക്ക് ബോധ്യപ്പെടുത്തലുകൾ ഉണ്ടാവണം. ജനങ്ങൾക്കറിയാത്ത തിരിയാത്ത ഭാഷകളിൽ കൊല്ലങ്ങൾ നൂറ്റാണ്ടുകൾ ഒരു പള്ളിയിൽ സംസാരം നടന്നിട്ട് ആ ജനങ്ങളിൽ ആ മഹല്ലുകളിൽ എന്ത് പരിവർത്തനാണ് സംഭവിക്കാൻ പോകുന്നത്? എന്നിട്ടതിന് പുറമെ
ആരെങ്കിലും ആ നിലക്ക് ദീന് പഠിക്കണമെന്ന് ആഗ്രഹിച്ചു പോയാൽ അത്തരം ആളുകൾ അവരുടെ ജുമുഅ ശരിയായിട്ടില്ല, അവരൊക്കെ മുബ്തദിഅകളാണ്, പുത്തൻവാദികളാണ്, അവന്റെയൊക്കെ നിസ്കാരവും ജുമുഅയൊക്കെ ബാത്തിലാണ് എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന വിരോധാഭാസം നമ്മുടെ നാട്ടിൽ കാണുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീന് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഏത് കാര്യത്തെയും സവിസ്തരം നമുക്ക് ബോധ്യപ്പെടുത്തുന്ന ചില ഹക്കുകളുണ്ട്, ചില യാഥാർത്ഥ്യങ്ങളുണ്ട്, ചില യഖീൻ ഉറപ്പുകളുണ്ട്. ബലിയുമായി ബന്ധപ്പെട്ട ഉലുഹിയ്യത്തുമായി ബന്ധപ്പെട്ട പരാമർശിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങൾ വായിച്ചാൽ കാണാൻ സാധിക്കും ഇസ്ലാമിക ചരിത്രത്തിൽ 3 ബലികൾ കടന്നുപോയിട്ടുണ്ട്. ഒന്ന് ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത്. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രിയപ്പെട്ട 2 മക്കളുണ്ടായിരുന്നല്ലോ, ഹാബീൽ ഖാബീൽ. ഇവർ രണ്ടുപേർക്കും ഒരു ബലി നേർച്ചയാക്കപ്പെട്ടു. രണ്ടുപേരും ബലി അറുത്തു ബലി നടത്തി. ഒരാളുടെ ഉദ്ദേശം നല്ലതല്ലാത്തത് കൊണ്ട് ആ കാര്യം അല്ലാഹു തആല സ്വീകരിച്ചില്ല. വിശുദ്ധ ഖുർആൻ സൂറത്ത് മാഇദ 27-ാമത്തെ ആയത്ത്, ഇത് ഖറബാ ഖുർബാനൻ, അവർ രണ്ടുപേരും ഒരു ഖുർബാന നേർച്ച നേർന്നപ്പോൾ ഫതഖബ്ബല മിൻ അഹദിഹിമാ, രണ്ടുപേരിൽ ഒരാളുടേത് സ്വീകരിച്ചു. വലം യുതഖബ്ബൽ മിനൽ ആഖർ, മറ്റൊരുത്തന്റേത് സ്വീകരിക്കപ്പെട്ടില്ല. ഖാല, അപ്പോൾ സ്വീകരിക്കപ്പെടാത്ത വ്യക്തി അസൂയ കൊണ്ട് പറഞ്ഞുപോയി, ലഅഖ്തുലന്നക, ഞാൻ നിന്നെ കൊന്നുകളയും. ജ്യേഷ്ഠനാണ്, അനിയനാണ്, സഹോദരൻ, ഒരു ഉമ്മയുടെ ഉദരത്തിൽ വളർന്നവൻ എന്ന അർത്ഥം വരുന്ന ഒരു സഹോദരനായിട്ട് പോലും ഇല്ല, ഞാൻ നിന്നെ കൊന്നുകളയും. ഖാൽ, അപ്പോൾ തൊട്ടടുത്ത സഹോദരൻ പറഞ്ഞു, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. ഒരു ബലി നിർവഹിച്ചു കഴിഞ്ഞാൽ, ഒരു ചടങ്ങ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ, ഒരു ആരാധനാകർമ്മം ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരിൽ നിന്നും അത് സ്വീകരിക്കപ്പെടൂല. മുത്തഖീങ്ങളായി മനസ്സിൽ തഖ്വ കൊണ്ട് ബന്ധിതമാക്കപ്പെട്ടവന്റെ കർമ്മമാണ് സ്വീകരിക്കപ്പെടുക. നോക്കൂ, നിങ്ങൾ ഇസ്ലാമിക ചരിത്രം വായിക്കുമ്പോൾ കാണാം, ലോക ചരിത്രത്തിൽ ആദ്യമായി നടന്ന കൊലപാതകം അതായിരുന്നു. ആര്? ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മകൻ ഖാബീൽ സ്വന്തം സഹോദരനായ ഹാബീലിനെ അസൂയ കൊണ്ടാണ് കൊന്നൊടുക്കിയത്. അത്രക്ക് പ്രശ്നമുണ്ടോ അസൂയക്ക്? ഉണ്ട്. അസൂയ എന്ന വിഷവിത്ത് ഒരു മനുഷ്യന്റെ മനസ്സിൽ പാകിക്കഴിഞ്ഞാൽ അവന്റെ സകല നന്മകളും പൊളിക്കപ്പെടുകയാണ്. കമാ തഅക്കുലുൽ ഹതബു അന്നാറ, തീയെ വിറകിനെ തിന്ന് നശിപ്പിക്കുന്ന പോലെ ഒരു മനുഷ്യന്റെ സൽക്കർമ്മങ്ങൾ മുഴുവൻ പൊളിക്കപ്പെടും ഒരാളുടെ ജീവിതത്തിൽ അസൂയ കയറി വന്നാൽ. അസൂയാലുവിന്റെ അസൂയയിൽ നിന്ന് കാവല് ചോദിക്കുന്ന സൂറത്ത് നോക്ക്, വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. അസൂയാലുവിന്റെ അസൂയയിൽ നിന്ന് ഞാൻ അല്ലാഹുവോട് കാവല് ചോദിക്കുന്നു. ഒന്നാമത്തെ ബലികർമ്മം ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്നിട്ട് ആ സംഭവം അവിടെ വിശദീകരിക്കപ്പെട്ടു. എന്നാൽ ഖുർആൻ തന്നെ വീണ്ടും പറയാണ്, രണ്ടാമതൊരു ബലി പിന്നീട് നടന്നു. അത് ബനു ഇസ്രായേലുകാരുടെ ഇടയിലാണ്. അന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്ന പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമായിരുന്നു. ആ പ്രവാചകന് വഹി കൊടുക്കുകയാണ്, ഒരു ബലി അവിടെ നടക്കണം. ജനങ്ങളോട്, കൗമിനോട് പോയി പറയാണ്, ജനങ്ങളെ, എന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ പറയാണ്, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തദ്ബഹു ബഖറതൻ, നിങ്ങളൊരു പശുവിനെ അറുക്കണം. ആ സൂറത്തിന്റെ പേരെന്നെ അൽ ബഖറ എന്നല്ലേ? ഒരു പശുവിനെ നിങ്ങൾ അറുക്കണം എന്ന് ബനു ഇസ്രായേലുകാരോട് ആ പ്രവാചകൻ പറഞ്ഞു. ഖാലൂ, ആ ജനങ്ങൾ പറഞ്ഞു, അതത്തഖിദുനാ ഹുസുവ, അല്ല മൂസ, നീ ഞങ്ങളെ പരിഹസിക്കാണോ, വെറുതെ പറയാണോ? ഖാല, മൂസാ നബി പറഞ്ഞു, അഊദു ബില്ലാഹി അൻ നകൂന മിനൽ ജാഹിലീൻ. അല്ല, ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങളത് അനുസരിക്കുന്നില്ലേ? നിങ്ങൾ ജാഹിലീങ്ങളുടെ കൂട്ടത്തിലാകാതിരിക്കാൻ ഞാനും കാവല് ചോദിക്കുകയാണ്, നിങ്ങളത് അനുസരിക്കണമെന്ന്. ആ ബലി നടത്താതിരിക്കാൻ, ഒഴിഞ്ഞു മാറാൻ അവർ ഒരുപാട് കാരണങ്ങൾ ചോദിച്ചു. ചെറുത് വേണോ, വലുത് വേണോ, മഞ്ഞ വേണോ, കറുപ്പ് വേണോ, ഇന്ന് വേണോ, നാളെ വേണോ, ഇങ്ങനെ പല ഒഴിഞ്ഞുമാറലുകൾക്ക് അവർ ശ്രമിച്ചു.
കൃത്യമായി കൊണ്ട് ബലി നടത്താനുള്ള മറുപടികൾ അവർക്ക് കൊടുത്തുകൊണ്ട് വഹീന്റെ അടിസ്ഥാനത്തിൽ മറുപടി കൊടുത്തു. ഏറ്റവും നല്ല ഒരു ഉരുവിനെ അവർക്ക് കിട്ടി. അവർ അതിനെ അറുത്തു. പക്ഷെ ഖുർആൻ പറഞ്ഞെന്തറിയോ? അവർ ആ മൃഗത്തിനെ കൊന്നു എന്നാണ് ഖുർആൻ പറഞ്ഞത്. കാരണം അവർ മനമില്ല മനസ്സോടെ ചെയ്തു കൂട്ടിയതാണ്. ഫദബഹൂഹാ വമാ കാദൂ യഫ്അലൂൻ. ഇതായിരുന്നു രണ്ടാമത്തെ ഒരു ബലി നമ്മെ പഠിപ്പിച്ചു തരുന്നത്. ആത്മാർത്ഥതയില്ല, മനമില്ല മനസ്സോടെയാണ്, മുഷിപ്പോടെ വെറുപ്പോടെയാണ് അവർ ചെയ്തു കൂട്ടിയത്. എന്നാൽ മൂന്നാമതൊരു ബലിയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ സവിസ്തരം വിശദീകരിക്കുന്നു. ആ ബലി നടന്നിട്ടില്ല, എന്നാൽ ആ ബലിയുടെ അന്തസത്ത പ്രസക്തമാണ്. അത് നമ്മളിന്ന് പഠിക്കണം. അതിൽ നമുക്ക് റോളുണ്ട്. അതിലൊരു വാപ്പ എന്ന നിലയ്ക്ക് നമുക്ക് ചിലത് പഠിക്കാനുണ്ട്. ഒരു മകൻ എന്ന നിലയ്ക്ക് ആ ചരിത്രത്തിൽ പഠിക്കാനുണ്ട്. ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതത്തിന്റെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ചില ചരിത്ര സമർപ്പണങ്ങൾ നമ്മൾ വായിക്കേണ്ടതുണ്ട്. സൂറത്ത് സ്വാഫാത്തിന്റെ 100 മുതലുള്ള ആയത്തുകളൊക്കെ ഇങ്ങനെ ക്രമീകരിച്ച് ക്രോർത്തിണക്കി ചെറിയ ചെറിയ വാക്കുകളിലായി അള്ളാഹുവിന്റെ ഖുർആൻ അത് പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചരിത്രത്തിലെ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ആ ചരിത്രത്തിൽ ഉദ്ഹിയ്യത്ത് ഓരോ വർഷവും ഇങ്ങനെ നമ്മളെ ഓർമ്മ പുതുക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. ആ ബലികർമ്മത്തിന്റെ പിന്നിൽ ബലി നടന്നിട്ടില്ലെങ്കിൽ പോലും അതിന്റെ പിന്നിൽ എന്താ ഉണ്ടായിരുന്നത്? തഖ്വ ഉണ്ടായിരുന്നു, ചോർന്നു പോകാത്ത ഈമാൻ ഉണ്ടായിരുന്നു, പറഞ്ഞാൽ അനുസരിക്കാനുള്ള മനസ്സുണ്ടായിരുന്നു. മകനെ അറുക്കണമെന്ന് പറഞ്ഞാൽ പോലും സമർപ്പിക്കാൻ സന്നദ്ധനായ ഒരു ബാപ്പാന്റെ കൃത്യമായി കൊണ്ടുള്ള അനുസരണബോധം ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം ആ ബലി ആവർത്തിക്കാൻ ഇടക്കിടക്ക് നമ്മളോട് ഓരോ വർഷവും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ആത്മാർത്ഥതയുണ്ടായില്ല എന്ന കാരണത്താലാണ് ആദ്യത്തെ 2 ബലിയിലും പ്രശ്നം പറ്റിയത്. എന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ എന്നും 1-ാം സ്ഥാനത്താണ് അതിന് കൊടുത്തിരിക്കുന്നത്. അള്ളാഹു മനുഷ്യരുടെ കർമ്മങ്ങളിൽ എപ്പോഴും പരിശോധിക്കുന്നതും നോക്കുന്നതും തഖ്വയിലേക്കാണ്, കൽബിലേക്കാണ്. എന്ത് കാര്യമെടുത്ത് ചോദിക്കുമ്പോഴും ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറയുകയാണ്, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വ അംവാലിക്കും. നിങ്ങളുടെ പണത്തിലേക്ക്, നിങ്ങളുടെ രൂപത്തിലേക്ക് അല്ലാഹു നോക്കൂല. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വ അഅമാലിക്കും. ചെയ്യുന്ന കർമ്മത്തിന്റെ സമയത്ത് നിങ്ങളുടെ കൽബും നിങ്ങളുടെ പ്രവർത്തനവും എത്രയുണ്ടെന്നതാ പരിശോധിക്കപ്പെടുന്നത്. എത്രയുണ്ട്? അയാളുടെ മനസ്സിന്റെ ഇഖ്ലാസും തഖ്വയുമാണ് പരിശോധിക്കുന്നത്. അതെവിടെയാ കാണുക? നമുക്കൊരാൾക്കും ഒരാളുടെ തഖ്വ നോക്കി ചൂണ്ടിക്കാണിക്കാൻ മാനദണ്ഡമില്ല. ഒരാളുടെ ഈമാൻ അളക്കാൻ നമ്മുടെ അടുത്ത അളവുകോലുകളില്ല. കാരണം പ്രവാചകർ ചൂണ്ടിയത് അത്തഖ്വാ ഹാഹുനാ, അത്തഖ്വാ ഹാഹുനാ 3 തവണ നെഞ്ചിന്റെ ഭാഗത്തേക്കാ ചൂണ്ടിക്കാണിച്ചത്. അവിടെയാണ് തഖ്വയുണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് ചരിത്രത്തിൽ ഈ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും ഉള്ള ഈ സമർപ്പണത്തിന്റെ ചരിത്രം ദുൽഹിജ്ജയിലെ ഓരോ ഹജ്ജിന്റെ ബലിക്കും അതുപോലെ ബലിയറുക്കുന്നവർ നാട്ടിലുള്ള ഉദ്ഹിയ്യത്തിന്റെ ബലിയിലുമൊക്കെ ഓർത്തെടുക്കുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് സ്വാഫാത്തിലൂടെ അത് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. മക്കളില്ലാതെ വിഷമിച്ചിരുന്ന ഒരു പിതാവ് ഒരു മകനെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന സമയം, രക്ഷിതാക്കളെ, നമുക്കൊക്കെ കുട്ടികളെ പടച്ചോൻ തന്നു. ഒരു പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇപ്പോൾ ഒരു മകൻ മകൾ വേണ്ടെന്ന് വിചാരിച്ച് എത്രയോ ആളുകൾക്ക് സന്താനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ സന്താനം കൊതിച്ചു കൊതിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് സക്കരിയാ നബിക്ക് കുട്ടികളെ കിട്ടിയത്, ഇബ്രാഹിം നബിക്ക് സന്താനത്തെ കിട്ടിയത്. ഒരുപാട് പ്രാർത്ഥിച്ചിട്ടാണ്. റബ്ബി ഹബിലി മിനസ് സാലിഹീൻ. സന്താനങ്ങളില്ലാത്തവരുടെ വിഷമം ആലോചിച്ച് നോക്ക്. 3-4 വയസ്സുള്ള കുട്ടിയെ സ്വന്തം മാതാവ് പുഴയിലേക്ക് വലിച്ചെറിയപ്പെടുന്നു. പുഴയിൽ നിന്ന് എടുത്ത ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോ തൊട്ടടുത്ത ദിവസത്തിൽ പോലും ആ കുട്ടി ശാരീരികമായി പീഡിപ്പിക്കപ്പെടുന്നു. ഒരു 4 വയസ്സായ കുട്ടിയുടെ പച്ചമാംസത്തിന് പോലും യാതൊരു ദയയും കാരുണ്യവും കൽപ്പിക്കാത്ത ഈ പുതിയ കിരാതമായ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരെ, മക്കളില്ലാതെ വിഷമിക്കുന്ന ഇബ്രാഹിം നബി ഒരുപാട് കൊതിച്ചൊരു മകനെ കിട്ടാൻ.
ഒരു സന്താനത്തിന് കൊതിച്ചിട്ടാണ്, പ്രാർത്ഥനയുടെ ഭാഗമായി, കാത്തിരിപ്പിന്റെ ഭാഗമാണ്, ക്ഷമയുടെ ഭാഗമായി, പ്രതീക്ഷയുടെ ഭാഗമായി ഒരു സന്താനത്തെ കിട്ടി. നമുക്ക് ലഭിച്ച സന്താനത്തിന്റെ പേരിൽ അൽഹംദുലില്ലാ പറഞ്ഞിട്ടുണ്ടോ? കുട്ടിക്ക് ജനിച്ചപ്പോൾ തഹ്നീക്ക് നടത്തിയിട്ടുണ്ടോ? കുട്ടിയുടെ പേരിൽ അഖീഖ അറുത്തിട്ടുണ്ടോ? ഉദ്ഹിയ്യത്ത് അടക്കട്ടെ, അഖീഖ അറുത്തിട്ടുണ്ടോ? എത്ര ചെറുതായിട്ടാ പറഞ്ഞത്, ഒരാടിനറുക്കാനല്ലേ പറഞ്ഞത്. നിർബന്ധമല്ലെങ്കിൽ പോലും എത്ര ശക്തമായിട്ട് അമ്പിയാക്കന്മാർ നടപ്പിലാക്കിയത്. പേര് വിളിക്കാൻ പറഞ്ഞു, നല്ല പേര് വിശേഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, അവർക്ക് നല്ല ദീന് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു, നല്ല സംരക്ഷണം നൽകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത്, ഒരു വാപ്പാന്റെ കൊതിയാണ് മകനുണ്ടാവുക, മകളുണ്ടാവുക. അങ്ങനെ കൊതിക്കുമ്പോൾ കിട്ടുന്ന ഒന്നല്ല, അള്ളാന്റെ വിധിയുണ്ടെങ്കിലേ അത് ലഭിക്കുകയുള്ളൂ. അങ്ങനെ ഇരിക്കെയാണ് ഇസ്മായിൽ അലൈഹിസ്സലാം എന്ന മകനെ കിട്ടുന്നത്. കൊതിച്ച് കാത്തിരുന്നാണ് കിട്ടുന്നത്. അവിടുന്നാണ് കൽപ്പന വരുന്നത്, ആ പൊന്നുമോനെ അറുക്കണമെന്ന കൽപ്പന. അള്ളാന്റെ ഖുർആനിലൂടെ അത് വിശദീകരിക്കാം. ഇന്നി അറാ ഫിൽ മനാമി അന്നീ അദ്ബഹുക ഫൻദുർ മാദാ തറാ. മോനെ, നിന്നെ അറുക്കണമെന്ന തീരുമാനമുണ്ട്, സ്വപ്നമാണ്, വഹിയാണ്. ഞാൻ എന്ത് ചെയ്യണം മോനെ? സ്വന്തം മക്കളെ 1 മണിക്കൂർ നേരത്തെ ദീനിന്റെ സദസ്സിലേക്ക് വിടാൻ മടി കാണിക്കുന്ന നൂറുകണക്കിന് വാപ്പമാരുള്ള ഈ സദസ്സിൽ ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, സ്വന്തം മകനെ കഴുത്തിൽ കത്തിവെക്കാനുള്ള വഹി വന്നപ്പോ ഏറ്റെടുത്തൊരു വാപ്പ, സ്വന്തം മകന്റെ മകളുടെ ദീനിന്റെ തർബിയത്തിൽ ഒരു പ്രോത്സാഹനം കൊടുക്കാത്ത കുടുംബമാണ് നമ്മൾ ആലോചിക്കുക. നമുക്ക് ഈ ചരിത്രം കേൾക്കാൻ അധികാരമുണ്ടോ? മകനോട് വാപ്പ പറയാ, അറക്കണമെന്ന തീരുമാനം, ഞാൻ എന്തു ചെയ്യണം? ഖാല, ആ മകൻ കൊടുത്ത മറുപടി, യാ അബതി, എന്റെ പ്രിയപ്പെട്ട ബാപ്പാ, ഇഫ്അൽ മാ തുഅമർ, എന്താണ് അല്ലാഹുവിന്റെ കൽപ്പനയെങ്കിൽ അതങ്ങ് ചെയ്യാം. ബാപ്പാക്ക് അള്ളാന്റെ കൽപ്പന അനുസരിക്കാൻ ഞാൻ തടസ്സമല്ല. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, ക്ഷമാലുക്കളുടെ കൂട്ടത്തിലൊരു മോനായിട്ട് എന്നെ കാണിച്ചു തരാം. നമ്മുടെ കുട്ടി സുബൈക്ക് പള്ളിക്ക് വരുമോ? ക്ഷമിക്കുന്ന ഒരു പള്ളിയിൽ പോകുന്ന മകൻ, മകൾ നമുക്കുണ്ടോ? ബാപ്പയും ഉമ്മയും ഒരു കാര്യം പറഞ്ഞാൽ ക്ഷമിക്കുന്ന ഒരു മകൻ, മകൾ നമുക്കുണ്ടോ? പുതിയ തലമുറയിൽ അത്തരം മക്കളുണ്ടോ? എന്താണ് തടസ്സം? എവിടെയാണ് പിഴവ്? പഠിക്കുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ, ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രത്തിന്റെ ബാക്കി ഭാഗം നോക്കൂ നിങ്ങൾ. അറുക്കണമെന്ന ധാരണയായി, തീരുമാനമായി മകൻ സമ്മതിക്കുകയും ചെയ്ത് അതിനുവേണ്ടി ഒരുങ്ങി വേഷം മാറി കൃത്യമായ ആയുധമെടുത്ത് അവർ രണ്ടുപേരും മക്കയുടെ ഇന്ന് ഹജ്ജിന്റെ പരിസര ഭാഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളിൽ അവിടേക്ക് പോകുമ്പോൾ ആ ചരിത്രത്തിന് ഓർത്തെടുക്കാൻ കഴിയുന്ന ആ പ്രദേശങ്ങളുണ്ട്. അവിടേക്ക് കൊണ്ടുപോയി അറുക്കാനുള്ള ശ്രമത്തിന് വേണ്ടി ഒരു മകനെ കഴുത്തിൽ കത്തിവെക്കാൻ തയ്യാറായ ഒരു വാപ്പാന്റെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ കുട്ടിക്കൊരു മര്യാദക്ക് മുടിവെട്ടി കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? നമ്മുടെ കുട്ടിക്ക് ഒരു മാന്യമായ വേഷം ധരിക്കാൻ, ആന പാന്റ് പോലത്തെ ആനക്കാലും കൊണ്ട് നടക്കുക. ചില പെൺകുട്ടികളുടെ ഡ്രസ്സ് കണ്ടി നിങ്ങൾ നായ കടിച്ചു കീറിയ പോലെ അവിടെ ഇവിടെ കീറിയ ഡ്രസ് ഇട്ട് നടക്കുക. ഇവർക്കൊക്കെ വാപ്പിയുണ്ട്, ഇവർക്കൊക്കെ ഉമ്മയുണ്ട്, ഇവർക്കൊക്കെ പറയാൻ കാരണവന്മാരുണ്ട്, ഇവർക്ക് പുയ്യാപ്പിളമാരും മരുമക്കളൊക്കെ ഉണ്ട്. ആരും മിണ്ടാൻ തയ്യാറല്ല, ആരും ഒന്നിനും സന്നദ്ധരല്ല. എല്ലാവരും ഒറ്റ വാക്കിൽ അവസാനിപ്പിച്ചു, അതൊക്കെ പുതിയ കാലല്ല ഉസ്താദേ, നമ്മൾ എന്താ ചെയ്യാനുണ്ട്, നമുക്ക് ചെയ്യാനുണ്ട്. ഈ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിന്റെ കൽപ്പന പാലിച്ചു സന്നദ്ധനായി കൊണ്ടുപോയി നെറ്റിത്തടം നിലത്ത് വെച്ചു. വനാദൈനാഹു അയ്യാ ഇബ്രാഹിം. പ്രിയപ്പെട്ട വാപ്പമാരെ, ഉമ്മമാരെ, നമ്മുടെ മകന്റെ മകളുടെ മേത്ത് ശരീരത്തിൽ ഒരു സൂചി വെക്കുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഒരു സർജറി ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര അസഹനീയമാണ്. തന്റെ മകനെ അറുക്കാൻ വേണ്ടി നെറ്റിത്തടം അവിടെ നിലത്ത് വെച്ചു. അറുക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോഴാണ് യാ ഇബ്രാഹിം എന്ന ഒരു വിളി വരികയാണ്. എന്നിട്ട് പറഞ്ഞു, ഖദ് സദ്ദഖ്ത റുയാ, താങ്കൾക്ക് പറഞ്ഞിരിക്കുന്ന സ്വപ്നത്തിന്റെ പൂർത്തീകരണം നടന്നു. ചെയ്യോ നോക്കാനായിരുന്നു, അത് ചെയ്തിട്ടുണ്ട്, ഇനി അറക്കണമെന്നില്ല. എന്നിട്ട് ഖുർആൻ പറഞ്ഞ വാക്കെന്തറിയോ? ഇത്, ഈ സംഭവം, ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ, ഇത് ഏറ്റവും വലിയ വ്യക്തമായ പരീക്ഷണമാണ്.
അങ്ങനെയാണ് നമ്മുടെ മക്കൾക്ക് മുമ്പിൽ നമ്മളുള്ളത്. ഒരു വലിയ പരീക്ഷണത്തിന് മുമ്പിലാണ്. നമ്മൾ ഇതിനെ അതിജയിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണം. പ്രതിസന്ധികളെ കൃത്യമായി കൊണ്ട് ആസൂത്രണം ചെയ്യാൻ കഴിയണം. എന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, ഫദൈനാഹു ബിദിബിഹിൻ അലീം. മകനെ അറുത്തില്ല, മറ്റൊരു അറവ് നടന്നു. ഒരു മൃഗത്തെ അവർ അറുത്തു. അതൊരു വലിയ അറവായിരുന്നു. എന്നിട്ട് ഈ ചരിത്രം രേഖപ്പെടുത്തിയിട്ട് ഖുർആൻ പറയാണ്, ഇത് ഒരു കാലത്തേക്കോ ഒരു കൊല്ലത്തേക്കോ ഒരു തലമുറക്കോ വേണ്ടിയല്ല. വതറക്നാ അലൈഹി ഫിൽ ആഖിരീൻ. ഈ ചരിത്രം നാം പിൽക്കാലക്കാർക്കെല്ലാം വേണ്ടി വിട്ടേച്ചു തരികയാണ്. സലാമുൻ അലാ ഇബ്രാഹിം. അത് ചെയ്ത ഇബ്രാഹിമിന്റെ മേൽ സമാധാനം പുലരട്ടെ. ഈ ചരിത്രത്തിന്റെ ഒരു ഭാഗം ഇതാ, ഞാൻ അത് വിശദീകരിക്കുന്നില്ല. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ നമുക്കും ചില റോളുകൾ നിർവഹിക്കാനുണ്ട്. ഇന്ന് സമൂഹത്തിൽ ഈ ബലിയുടെ കൃത്യമായ ലക്ഷ്യമറിയാത്ത ആളുകൾ ഒരുപാട് പേരുണ്ട്. ഇതിനെ പരിഹസിക്കുന്ന ആളുകളുണ്ട്. ഇതൊന്നും വേണ്ടെന്ന് പറയുന്ന മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ചില ആളുകളൊക്കെ ഉണ്ട്. എല്ലാ ഉമ്മത്തുകളിലേക്കും ബലി നിശ്ചയിച്ചിട്ടുണ്ട്. വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസക. എല്ലാ ഉമ്മത്തിനും ചില ആരാധനാ കർമ്മങ്ങൾ അല്ലാഹു നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. കന്നുകാലികളുടെ മേൽ, അവർ മേച്ചു നടക്കുന്ന കന്നുകാലികളുടെ മേൽ അള്ളാന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അറവ് നടത്തുമോ എന്നതൊക്കെ അള്ളാഹുവിന്റെ ഒരു കൽപ്പനയാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയും അള്ളാഹുവിന്റെ കൽപ്പന പാലിക്കുവാൻ വേണ്ടിയുമാണ് അത്തരം ചില നിർദ്ദേശങ്ങൾ അള്ളാഹുവിന്റെ ഖുർആനിലൂടെ നമുക്കും നൽകിയിട്ടുണ്ട്. അള്ളാഹുവിനെ ധാരാളമായി വാഴ്ത്തുവാനും അവൻ നമുക്ക് നൽകിയതെല്ലാം കൊടുക്കാൻ സന്നദ്ധനാണ് എന്ന് പ്രഖ്യാപിക്കലുമാണ്. അങ്ങനെയുള്ള അറവാണ് നമുക്ക് നടക്കേണ്ടത്. അതല്ലാത്ത കാട്ടിക്കൂട്ടലുകൾ കൊണ്ട് കാര്യമില്ല എന്നർത്ഥം. സമ്പത്തുള്ള വ്യക്തികൾ ആരും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും പാടില്ലെന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ നാട്ടിൽ 2025 എത്തിയപ്പോഴത്തേക്കും ചില ആളുകൾ മുസ്ലിമീങ്ങളുടെ ഉമ്മത്തിൽ നിന്ന് വേഷം ധരിച്ച പണ്ഡിതധാരികളായ ആളുകൾ പറയാൻ തുടങ്ങി, ഉളുഹിയ്യത്ത് ഇസ്ലാമിലില്ല. അവർ പറയുന്നത് ഉളുഹിയ്യത്ത് ഇസ്ലാമിലില്ല. ഉളുഹിയ്യത്ത് എന്ന കർമ്മം ആവശ്യമില്ല. അള്ളാഹു മൃഗങ്ങളെ ഒരിക്കലും അറക്കാൻ വേണ്ടി പറയൂല എന്ന് ചില ഖുർആനിസ്റ്റുകൾ എന്ന് വിശേഷിപ്പിക്കുന്ന വിവരം കെട്ടവരായ ആളുകൾ സമൂഹ മധ്യേ ജനങ്ങളെ വസവാസാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവർ പറയാണ്, എന്തിനാ ഉളുഹിയ്യത്ത് അറക്കണ? ആ പൈസ കൊണ്ട് ആ പാവപ്പെട്ട ആളുകൾക്ക് വസ്ത്രം മേടിച്ചു കൊടുത്താൽ പോരെ, ഒരു വീട് വെച്ചു കൊടുത്താൽ പോരെ, ആ പാവങ്ങൾക്ക് വല്ല ഫർണിച്ചർ എന്തെങ്കിലും കൊടുത്താൽ പോരെ എന്നൊക്കെ ചോദിച്ച് അതിന്റെ താഴെ കുറെ മാപ്പിളാര് ശരിയുടെ നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നെ, നല്ല ആശയം. എന്റെ സുഹൃത്തുക്കളെ ചിന്തിച്ചു നോക്കി. ഇസ്ലാമിന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും വ്യക്തികൾ സംസാരിക്കുന്ന സംസാരങ്ങളാണ് ശരിയെന്ന് ശരിവെക്കുകയും അതിനെ പിന്തുണക്കുകയും ചെയ്യുന്ന അവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. എന്ന് മാത്രവുമല്ല, കാലികളുമായി ബന്ധപ്പെട്ട ആയത്തുകൾ എല്ലാം പഠിപ്പിക്കുമ്പോൾ ഖുർആൻ പറഞ്ഞത് നിങ്ങൾക്ക് ഉപകാരമുള്ളതാണ് ആ മൃഗങ്ങൾ. അത് നിങ്ങൾക്ക് വേണ്ടി പടച്ചോൻ തന്നതാണ്. വല്ലൻആമ ഖലഖഹാ ലക്കും ഫീഹാ ദിഫഉം വമനാഫിഉ വമിൻഹാ തഅകുലൂൻ. നിങ്ങൾക്ക് ഉപകാരമുണ്ട്, നിങ്ങൾക്ക് തിന്നാൻ വേണ്ടിയാണ് തന്നിരിക്കുന്നത്. ലിതർകബൂ മിൻഹാ, നിങ്ങൾക്ക് സഞ്ചരിക്കാൻ വേണ്ടിയാണ് തന്നിരിക്കുന്നത്. വലക്കും ഫീഹാ മനാഫിഉ വലിതബ്ലുഗു അലൈഹാ ഹാജ, നിങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി തന്നതാണ്. അതുകൊണ്ട് മനുഷ്യരോട്, ജന്തുജീവജാലങ്ങളോട് നീതി പാലിക്കുന്ന നിയമമേ ഇസ്ലാമിലുള്ളൂ. പ്രത്യേകിച്ചും വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനകളിലൊക്കെ അത്ര തന്നെയുള്ളൂ. അതുകൊണ്ടാണ് അറവ് നടത്തുന്ന മൃഗങ്ങളിൽ ഒരുപാട് മര്യാദകൾ പഠിപ്പിച്ചു. രോഗികളെ അറവ് നടത്തരുത്, ഗർഭിണികൾ പിടിച്ചറക്കരുത്, വൈകല്യമുള്ളതിനെ പിടിച്ചറക്കരുത്, ഒരുപാട് നിബന്ധനകൾ പഠിപ്പിച്ചു. അറവ് നടത്തുന്നവൻ മര്യാദയുള്ളവനാവണം, മൃഗത്തിന് സാവകാശം കൊടുക്കണം, കത്തി മൂർച്ചയുള്ളതായിരിക്കണം. ഒരുപാട് നിബന്ധനകൾ വെച്ചിട്ട് തന്നെയാണ് ഇസ്ലാം അത് പഠിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഉളുഹിയ്യത്തിന്റെ മാംസവുമായി ബന്ധപ്പെട്ടും അതിൽ നിന്ന് തന്റെ വ്യക്തി പലപ്പോഴും ആളുകൾ ചോദിക്കുന്ന സംശയമാണ്, നമുക്കിന്ന് എടുക്കാൻ പറ്റുമോ? സഹോദരങ്ങളെ, നേർച്ചയുടെ മൃഗമാണെങ്കിൽ, ഞാനൊരു മൃഗത്തിനെ നേർച്ചയാക്കിയാൽ ആ നേർച്ച മൃഗത്തിന്റെ ഒരു ഇറച്ചിയും എനിക്ക് ഉപയോഗിക്കാൻ പാടില്ല, ആ കുടുംബത്തിന് ഉപയോഗിക്കാൻ പാടില്ല. ഒരു മൃഗത്തിനെ ഞാൻ സ്വതക്കയായി അറുത്തിട്ട് എല്ലാവർക്കും വിതരണം ചെയ്യാൻ തീരുമാനിച്ചു. എന്റെ കുടുംബത്തിന് അറക്കുന്ന ആൾക്ക് 1/3 വിഹിതം എടുക്കാം. അഖീഖ അറക്കുന്ന വ്യക്തിക്ക് ആ കുടുംബത്തിന് 1/3 ഭാഗം എടുക്കാം.
ഉളുഹിയ്യത്ത് അറക്കുന്ന വ്യക്തിക്ക് ആ കുടുംബത്തിന് 1/3 ഭാഗം എടുക്കാം, കൂടുതലും സ്വതക്ക ചെയ്യുകയാണ് വേണ്ടത്. ഖുർആൻ പറഞ്ഞു ഫകുലൂ മിൻഹാ, നിങ്ങളും അതിൽ നിന്ന് കഴിച്ചോളൂ, വഅത്ഇമുൽ ബായിസൽ ഫഖീർ, ഫഖീറായ പാവപ്പെട്ട ജനങ്ങളെയും നിങ്ങൾ ധാരാളമായി തീറ്റിപ്പിക്കുകയും ചെയ്തോളൂ. ഇതൊക്കെ ഇസ്ലാമിക ചരിത്രത്തിന്റെ പിൻബലങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ ഓരോ ബലിക്കും ഓരോ കർമ്മങ്ങൾക്കും ഹജ്ജിനും നോമ്പിനും എല്ലാത്തിൻ്റെയും പിന്നിലൊരു അന്തസത്തയുണ്ട് എന്നും അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കാനും ഇനിയും ഉളുഹിയ്യത്തിൽ പങ്കാളികളാവാത്ത ആരെങ്കിലും മടിച്ചു നിൽക്കുന്നുവെങ്കിൽ അവസാന തീയതികൾ നമ്മുടെ പള്ളിയിലെ അതിന്റെ ഷെയർ കൂടേണ്ടുന്ന അവസാന സമയമായിക്കൊണ്ടിരിക്കുകയാണ്. ദുൽഹിജ്ജ 1 എത്തിക്കഴിഞ്ഞാൽ അവർക്ക് മുടി നീക്കം ചെയ്യാനോ നഖം വെട്ടാനൊന്നും പറ്റാത്തത് കൊണ്ട് തന്നെ അതിന് മുമ്പേ നേരത്തെ റെഡിയായി ഒരുങ്ങാൻ നമ്മളെല്ലാവരും ഉണ്ടാവണം. ഈ കാര്യത്തിന്റെ പിന്നിൽ നമ്മുടെ മനസ്സ് ഏറ്റവും ശുദ്ധമാക്കി വെച്ചുകൊണ്ട് ആത്മാർത്ഥമായി നമ്മുടെ കുടുംബമൊക്കെ അതിന്റെ കൂടെ ഉണ്ടാവണമെന്ന് സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ, മുഹ്സിനീങ്ങളിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أيها الإخوة والأخوات أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹജ്ജുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് പലരും യാത്ര പോയി. ഇന്നും നാളെയുമൊക്കെ ആയിക്കൊണ്ട് സംഘങ്ങൾ പോകുന്നുണ്ട്. അള്ളാഹു അവർക്ക് പ്രയാസങ്ങളൊന്നുമില്ലാതെ ആരോഗ്യത്തോടെ അവരുടെ ഹജ്ജിന്റെ കർമ്മങ്ങൾ പൂർത്തീകരിക്കാൻ അള്ളാഹു സഹായിക്കുമാറാകട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് പഠിപ്പിക്കുന്നതിന് വേണ്ടി തന്നെ ജീവിതത്തിൽ ഒരിക്കൽ ഹജ്ജ് നിർവഹിച്ചു. അന്ന് എല്ലാ കർമ്മങ്ങളും പഠിപ്പിച്ചു കൊടുത്തു. എവിടെ നിൽക്കണം, എവിടെ പ്രാർത്ഥിക്കണം, എവിടെ നിസ്കരിക്കണം, എല്ലാം കൃത്യമായി കൊണ്ട്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഖുദൂ അന്നി മനാസികക്കും, ഹജ്ജിന്റെ കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കണം. നമ്മൾ നമ്മുടെ നിസ്കാരം പഠിക്കണം. എവിടുന്ന് പഠിക്കണം? പ്രവാചകനിൽ നിന്ന് കണ്ടുപഠിക്കണം. അത് രേഖപ്പെടുത്തിയ കിതാബുണ്ട്. നമ്മുടെ ഒളു പഠിക്കണം. എവിടുന്ന് പഠിക്കണം? പ്രവാചകൻ ഒളു പഠിപ്പിച്ചിട്ടുണ്ട്, ഗ്രന്ഥത്തിലുണ്ട്. അത് പഠിക്കണം. നമ്മൾ ജുമഅയുടെ ആദാബുകൾ എന്തെന്ന് പഠിക്കണം. ഖുത്ബ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ പള്ളിയിൽ എത്ര പേരുണ്ടായിരുന്നു? ഖുത്ബ തുടങ്ങിയിട്ടും പുറത്ത് എത്രയോ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും അലക്ഷ്യമായി നടന്ന എത്രയോ പേരുണ്ട്. എന്തിനാണ് അവർ പുറത്തുനിന്ന് നടക്കുന്നതെന്ന് അറിയുന്നില്ല. നേരത്തെ കയറി വന്നിരുന്നവർ എത്ര പേര് സുന്നത്ത് നമസ്കരിച്ചിട്ടുണ്ട്? ഇങ്ങനെ നമ്മൾ ഒന്നും അറിയാത്തവരായി എന്നും ഇങ്ങനെ കഴിഞ്ഞു പോകുന്നതിന് പകരം ചിലത് പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തവാഫ് ഇങ്ങനെ ചെയ്തു. തവാഫിന്റെ വേളയിൽ കഅബ വിശാലമായി കിടക്കുന്നുണ്ട്. പക്ഷെ നബി കഅബയുടെ എല്ലാ ഭാഗത്തും തൊട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ എല്ലാ ഭാഗത്തും ചുംബിച്ചിട്ടില്ല. അതെന്താ അങ്ങനെ ചെയ്യാത്തത്? അവിടെ എന്തെങ്കിലും കേടുപാടുകളുണ്ടോ? അതൊരു പഠിപ്പിക്കൽ, ഇതൊരു വഹീന്റെ അടിസ്ഥാനത്തിൽ നബിക്ക് പഠിപ്പിച്ചു കൊടുത്തു. കഅബയുടെ 4 മൂലകളിൽ റുക്നുൽ യമാനി എന്നറിയപ്പെടുന്ന ഹജറുൽ അസ്വദിന്റെ തൊട്ടടുത്തുള്ള ആ മൂലയിൽ ആക്കലിൽ നബി തങ്ങൾ കൈകൊണ്ട് തൊട്ടിട്ടുണ്ട്. അവിടെ തൊടൽ നമുക്ക് സുന്നത്താണ്. ഹജറുൽ അസ്വദിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജറുൽ അസ്വദ് ചുംബിക്കാറുണ്ട്. വേറെ എത്ര കല്ലുണ്ട് അവിടെ? അവിടെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇസ്ലാമിലുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നാം പഠിപ്പിക്കാത്ത വല്ല പ്രവർത്തനങ്ങളും ആരെങ്കിലും ചെയ്തു കൂട്ടുകയാണെങ്കിൽ അത് തള്ളണം, ഒഴിവാക്കണം. അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ തള്ളണം. നബി തങ്ങൾ പറഞ്ഞു, ലാ തജ്അൽ ഖബരി ഈദാ, ഒരിക്കലും നിങ്ങൾ എന്റെ ഖബറിനെ ഒരു ഈദാക്കി, ഉത്സവ പറമ്പാക്കി മാറ്റരുത്, ആഘോഷ കേന്ദ്രമാക്കി മാറ്റരുത്. വസല്ലു അലയ്യ, നിങ്ങൾ എന്റെ ഖബറിന്റെ ചാരത്ത് വന്നാലും നിങ്ങൾ സ്വലാത്ത് ചൊല്ലുക.
ഫഇന്ന സ്വലാത്തുക്കും തബ്ലുഗ്നി ഹൈസു കുൻതും, നിങ്ങൾ എവിടെ വെച്ച് സ്വലാത്ത് ചൊല്ലിയാലും അത് എനിക്ക് എത്തിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ ഖബറിന്റെ അടുത്തുകൂടെ ഒരാൾ പോവാണെങ്കിൽ ഖബറുമ്മ തൊടൽ സുന്നത്തില്ല. നബി തങ്ങളുടെ ഖബറുകൾ പോയി തവാഫ് ചെയ്യൽ സുന്നത്തില്ല. എന്തുകൊണ്ടില്ല? ഇസ്ലാമിൽ അത് പഠിപ്പിച്ചില്ല. അത് വിലക്കിയ സംഭവങ്ങൾ ധാരാളമുണ്ട് താനും. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഭൂമിയിൽ പരിശുദ്ധ കഅബാലയം ഒഴികെ മറ്റൊരു സ്ഥലവും തവാഫ് ചെയ്യാൻ പാടില്ല. നമ്മുടെ നാട്ടിലത്തെ എത്ര ദർഗകളിലാണ് തവാഫ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഉള്ളാൾ ദർഗയിൽ ഉറൂസ് കഴിഞ്ഞു, ആണും പെണ്ണും ഒന്നടങ്കം നിരത്തി. ഒരു ഹിജാബിന്റെ ആയത്തും പ്രശ്നമില്ല, ഫിത്തിന പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. പള്ളി പോയാൽ മാത്രം തലവേദനിക്കുന്ന കുറെ ആളുകളുണ്ട്. എന്ത് കൂത്തരങ്ങ നടന്നുകൊണ്ടിരിക്കുന്നത്. കൊണ്ടോട്ടി നേർച്ചയുടെ ആ റാലി പരിശോധിച്ച് നോക്കൂ നിങ്ങൾ. ആന ഇളകിയ പോലെ കുതിര ഇളകിക്കൊണ്ടിരിക്കുന്നു. ഖബറുകളെ ഉത്സവപ്പറമ്പാക്കി മാറ്റിക്കൊണ്ടിരിക്കുക. നബി പറയാണ്, എന്റെ ഖബറിനെ നിങ്ങൾ ഈദാക്കി മാറ്റരുത്. വിലക്കപ്പെട്ടു. ലോകത്ത് തവാഫ് ചെയ്യാൻ അനുവദിക്കപ്പെട്ടത് കഅബാലയമാണെന്ന് മുസ്ലിം ലോകത്ത് ഇജ്മാ ഉണ്ട്. ബൈത്തുൽ മുഖദ്ദസിന്റെ അടുത്തൊരു വലിയ പാറയുണ്ട്, അതിന്റെ ചരിത്രമുണ്ട്. നിങ്ങൾ ആ പാറയെ തവാഫ് ചെയ്യരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ വീട് നിൽക്കുന്ന സ്ഥലമുണ്ട് മക്കത്ത്, നിങ്ങൾ അവിടെ തവാഫ് ചെയ്യരുത്. അറഫ മലക്ക് മുകളിൽ ഒരു സ്തൂപമുണ്ട്, നിങ്ങൾ അവിടെ തവാഫ് ചെയ്യരുത്. ഇതൊക്കെ സന്ദർശിക്കുക പോരാ. ഇവിടെയാണ് ഇസ്ലാമിന്റെ ഹിക്മത്ത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു കാര്യം ചെയ്യേണ്ടത് എപ്പോൾ, എവിടെ, എങ്ങനെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഹജറുൽ അസ്വദിന്റെ അടുത്തുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി ഹജറുൽ അസ്വദ് ചുംബിച്ച രംഗം ഉമർ ഖത്താബ് തങ്ങൾ കണ്ടു. ഉമർ ഖത്താബ് തങ്ങള് ഹജ്ജിന് പോകുന്ന വേളയില്ല, കല്ലിന്റെ അടുത്തെത്തി, കല്ലിനെ ചുംബിച്ചു. നബി തങ്ങളുടെ ആ പാത പിൻപറ്റുകൊണ്ടത് ചെയ്തപ്പോഴും പറഞ്ഞു, ഇന്നി അഅലമു ഹജറുൽ അസ്വദേ, എനിക്കറിയാം, അന്നക ഹജറുൻ, നീ ഒരു കല്ലാണ്, ലാ തളുറു വലാ തൻഫഉ, നിന്നെ തൊട്ടത് കൊണ്ടോ ചുംബിച്ചത് കൊണ്ടോ നിനക്ക് ഒരു ഉപകാരമോ ഉപദ്രവമോ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റൂല. വലൗലാ അന്നി റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലുക, എന്റെ നബി നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടില്ലായിരുന്നുവെങ്കിൽ ഞാനും ചുംബിക്കൂലായിരുന്നു. മാ ഖബ്ബൽതുക, ഞാനും ഹജറുൽ അസ്വദേ നിന്നെ ചുംബിക്കൂലായിരുന്നു. അത്രേ ഉള്ളൂ. നബി ചെയ്തു, ഞങ്ങളത് പാലിക്കുന്നു. അതിനപ്പുറത്ത് ആരും ഹജറുൽ അസ്വദിനെയോ കഅബാലയത്തെയോ അതിന്റെ കല്ലിനെയോ ആരാധിക്കുകയോ പൂജിക്കുകയോ ചെയ്യുന്നില്ല എന്ന് കൂടെ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഹദീസിൽ കാണാൻ സാധിക്കും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുകയാണ് 4 കാര്യങ്ങൾ. അലി റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്ക് പഠിപ്പിച്ചു തന്നു എന്റെ നബി. ഹദ്ദസനി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബി4 കലിമാത്തിൻ, 4 കലിമാത്തുകൾ എനിക്ക് പഠിപ്പിച്ചു തന്നു. 1, ലഅനല്ലാഹ്, അല്ലാഹ് ശപിച്ചിരിക്കുന്നു, മൻ ദബഹ ലിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവർക്ക് ബലിയറുക്കുന്നവരെ. ഏത് മഹാനായിക്കോട്ടെ, എത്ര ശൈഖായിക്കോട്ടെ, ഓജരാജാവ് ആരോ ആവട്ടെ, അല്ലാഹു അല്ലാത്തവരുടെ തൃപ്തിക്ക് വേണ്ടി ബലി നടത്തുന്നവനെ അല്ലാഹ് ശപിച്ചിരിക്കുന്നു. അള്ളാന്റെ കൂലിട്ടാൻ വേണ്ടിയാണോ ചെയ്യുന്നത്? അല്ലാഹ് ശപിച്ചിരിക്കുന്നു. 2, വലഅനല്ലാഹു മൻ ആബാ മുഹദ്ദിസാ, ദീനിലില്ലാത്ത പുതിയ പുതിയ ആശയങ്ങളും ആചാരങ്ങളും ഉണ്ടാക്കുന്നവന്, അഭയം നൽകുന്നവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. അവനെ അകറ്റി നിർത്തേണ്ടവനാണ്. 3, വലഅനല്ലാഹ്, അല്ലാഹ് ശപിച്ചിരിക്കുന്നു, മൻ ലഅന വാലിദൈഹി, മാതാപിതാക്കളെ ശപിക്കുന്നവരെ അല്ലാഹ് ശപിച്ചിരിക്കുന്നു. ഉമ്മാനുപ്പാനെയും എന്തെങ്കിലും കാരണം കൊണ്ട് ശപിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ ശാപം നിനക്ക് കിട്ടി, അള്ളാന്റെ ശാപം നിനക്കുണ്ടായിരിക്കും. 4, വലഅനല്ലാഹ്, അല്ലാഹ് ശപിച്ചിരിക്കുന്നു, മൻ ഗയ്യറൽ മനാർ, ഭൂമിയിലെ അതിരുകളിൽ മാറ്റം വരുത്തുന്നവരെ ശപിച്ചിരിക്കുന്നു. മറ്റോന്റെ തൊട്ടടുത്തുള്ളവന്റെ ഭൂമി നമ്മുടെ വെയിലിന്റെ ഉള്ളിൽ കെട്ടിയിട്ടുണ്ടെങ്കിൽ 1/2 സെന്റ് ഭൂമിയാ കിട്ടിയിട്ടുണ്ടാവുക. നഷ്ടം. ലഅനല്ലാഹ്, അല്ലാഹ് ശപിച്ചിരിക്കുന്നു, മറ്റൊരു തന്റെ അതിര് സ്വന്തത്തിലേക്ക് ചേർക്കപ്പെട്ടവൻ. നിസ്സാരമല്ല. അല്ലാഹ് ശപിച്ചു എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെട്ടു എന്ന്.
അള്ളാഹു നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. ദീനിന്റെ ഷിആറുകളെ, ചിഹ്നങ്ങളെ ബഹുമാനിച്ചുകൊണ്ടും അതിന്റെ കാര്യങ്ങളെ പഠിച്ചു മനസ്സിലാക്കിയും ജീവിതത്തെ ക്രമീകരിക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഫലസ്തീനിന്റെ മണ്ണിൽ ചോര പൈതലുകൾ കരഞ്ഞുകൊണ്ട് മരിച്ചു വീഴുകയാണ്. കുടിക്കാൻ മുലപ്പാലില്ല, കൊടുക്കാൻ അവർക്ക് ഭക്ഷണമില്ല, ചികിത്സിക്കാൻ അവർക്ക് ആശുപത്രികളില്ല. ഓരോരുത്തർക്കും ചെയ്യാവുന്നത് അവർ ചെയ്യട്ടെ. രാഷ്ട്ര നേതാക്കന്മാർക്കും പൗരപ്രമുഖന്മാർക്കും സംഘടനകൾക്കും ഒക്കെ ചെയ്യാനുള്ളത് അവർ ചെയ്യട്ടെ. ഒരു സാധാരണക്കാരനായ ഞാനും നിങ്ങളുമൊക്കെ അള്ളാഹുവിലേക്ക് നമ്മുടെ ആത്മാർത്ഥമായ സന്ദർഭങ്ങളിലെ പ്രാർത്ഥനകളിൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. അള്ളാഹു എത്രയും വേഗത്തിൽ അവർക്ക് പൂർണ്ണമായ സമാധാനം നൽകി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങൾ, നമ്മുടെ ഒരു ആദർശ സഹോദരി കിഡ്നി മാറ്റിവെക്കൽ സർജറിക്ക് വേണ്ടി റെഡിയായിരിക്കുകയാണ്. അവരുടെ സ്വന്തം മാതാവാണ് കിഡ്നി നൽകാമെന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്ത് നമ്മുടെ ഒരു ആദർശ സഹോദരി, അവർക്ക് രണ്ടുപേർക്കും അള്ളാഹു പൂർണ്ണമായ അതിന്റെ ചികിത്സകൾ ഫലപ്രദമായി ആഫിയത്തോടെ ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഉദ്ഹിയത്തിന്റെ അവസാന തീയതികളായിട്ടുണ്ട്. അത് പെട്ടെന്ന് ആ വിഷയത്തിൽ ഓഫറുകൾ ചെയ്തുകൊണ്ട് അതിന് കൃത്യമായി ഇടപെടാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി മോറൽ സ്കൂൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരുന്നു, അതിന്റെ 2 ദിവസം കൂടെ നാളെയും മറ്റന്നാൾ ബാക്കിയുണ്ട്. ഇതുവരെയും പങ്കെടുക്കാത്ത രക്ഷിതാക്കളെ 2 ദിവസമെങ്കിലും നമ്മുടെ കുട്ടി അതിന്റെ ഭാഗമാകട്ടെ, ചില സുഹൃത്തുക്കളെ കിട്ടട്ടെ, ചില നന്മകൾ പഠിക്കട്ടെ, പങ്കാളികളാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും UP ക്ലാസ്സിൽ പഠിക്കുന്ന ആൺകുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് നാളെയും മറ്റന്നാളും നമ്മുടെ പള്ളിയുടെ പരിസരത്ത് ക്യാമ്പ് നടക്കുകയാണ്. ദീൻ പഠിക്കുന്ന 2 ദിവസത്തെ ക്യാമ്പ്. നമ്മുടെ കുട്ടിനെ 3 ദിവസം ടൂർ ഉണ്ടെങ്കിൽ പറഞ്ഞേക്കും. നമ്മുടെ കുട്ടിനെ നാട്ടിലെ എല്ലാ ടൂർണമെന്റുകൾക്ക് പറഞ്ഞേക്കും. കുട്ടികൾക്ക് നിസ്കാരവും പ്രാർത്ഥനകളും പഠിപ്പിക്കുന്ന 2 ദിവസത്തെ ക്യാമ്പ് UP ക്ലാസ്സിലെ ആൺകുട്ടികൾക്കും മാത്രമാണ്. 1000 രൂപ ഫീസ് കൊടുത്തുകൊണ്ട് തന്നെ, പ്രൊഫഷണലായി കൊണ്ട് തന്നെയാണ് അത് നടത്തുന്നത്. രക്ഷിതാക്കളെല്ലാം തന്റെ കുടുംബത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി അക്കാര്യത്തിൽ സഹകരിക്കണമെന്ന് സൂചിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മുടെ സദുദ്ദേശ പ്രവർത്തനങ്ങളെല്ലാം വിജയിപ്പിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ ചെറുതും വലുതുമായ പാപങ്ങൾ ഞങ്ങൾക്ക് പുറത്ത് മാപ്പ് നൽകണമേ. അള്ളാഹുവെ, ഞങ്ങളുടെ കരുണ കാണിക്കണമേ. അള്ളാഹുവെ, ഉപകരിക്കുന്ന ധാരാളം മഴ ഞങ്ങൾക്ക് നീ വർഷിപ്പിക്കണമേ. റഹ്മാനെ, അള്ളാഹുവെ, ഞങ്ങളുടെ പ്രയാസങ്ങളെ മാറ്റിത്തരണമേ, ഞങ്ങളുടെ സങ്കടങ്ങളെ നീക്കിത്തരണമേ. അള്ളാഹുവെ, രോഗികളായ സഹോദരങ്ങൾക്ക് ശിഫ പ്രദാനം ചെയ്യണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അഗ്സ് ബി അഹ്ലി ഫലസ്തീൻ. അല്ലാഹുമ്മ അഗ്സ് ബി അഹ്ലി ഫലസ്തീൻ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم. توفنا مسلمين والحقنا بالصالحين. وصلى الله على نبينا محمد والحمد لله رب العالمين.